ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് പോക്കോയുടെ പുതിയ ബഡ്ജറ്റ് ഫോണായ പോക്കോ 3യുടെ അൺബോക്സിംഗ് പ്ലസ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ റിവ്യൂ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഫോൺ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും കാണുക. ഈ ഒരു പോക്കോ 3യുടെ ഫസ്റ്റ് ഇംപ്രഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ഉള്ള ഗെയിമിംഗ് റിവ്യൂ ഒക്കെ ഇതിൻ്റെ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിൻ്റെ അൺബോക്സിംഗ് കണ്ടിട്ട് ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള പാക്കിലാണ് നമുക്ക് ഫ്ലിപ്കാർട്ടുകാർ തന്നിരിക്കുന്നത്. എന്തായാലും നമുക്കൊരു ബോക്സ് അൺബോക്സ് ചെയ്തിട്ട് നമ്മുടെ പോക്കോ C3 നമുക്ക് എടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ ബോക്സ് തുറന്ന് നമ്മുടെ ബില്ലും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് അത് നമുക്ക് മാറ്റാം. നമ്മുടെ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോക്സിൽ നിന്ന് നമ്മുടെ പോക്കോ C3 നമുക്ക് നമ്മുടെ ഫോൺ കിട്ടുന്നതായിരിക്കും. ഇതാണ് ആ ഒരു പോക്കോ C3യുടെ ബോക്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ബോക്സിലാണ് നമുക്ക് പോക്കോ C3 വരുന്നത്. അതിൻ്റെ പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോണിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. MediaTek Helio G335 എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ് വരുന്നത്. 13 MB AI ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ 5000 mAh ബാറ്ററി, HD+ 6.353 റേഷ്യോയിലുള്ള ഡിസ്പ്ലേയുമാണ് ഇതിന് വരുന്നത്. പിന്നെ അതിന് താഴെ നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതൽ അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് 4GB 64GB വേരിയൻ്റ് ആണ്. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു സാധനം താഴെ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ പോക്കോ C3 ഫോൺ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഈ ഫോണിലുള്ളത്. പിന്നെ താഴെയായിട്ട് ഇന്ത്യാസ് നമ്പർ 1 ക്വാളിറ്റി ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞ് ഒരു ടെക്സ്റ്റും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നമ്മുടെ സാധനം നമ്മുടെ ഫോൺ പുറത്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബോക്സ് പൊട്ടിച്ചിട്ടുണ്ട്. ബോക്സ് എടുക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് വരുന്നത് നമ്മുടെ ഫോണാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോൺ എന്ന് പറയുന്നത്. ഫോണിനെ പറ്റി നമുക്ക് അവസാനം നോക്കാം. ആദ്യം ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ബോക്സിനകത്തായിട്ട് നമുക്കൊരു പിൻ ഇജക്ഷൻ ടൂളും പിന്നെ അതിൻ്റെ അകത്ത് കുറേ യൂസർ മാനുവലും കാര്യങ്ങളാണുള്ളത്. നമുക്ക് നമ്മുടെ പൗച്ചോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് വരുന്നില്ല. പിന്നെ ബോക്സിനകത്തുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ചാർജർ അഡാപ്റ്ററാണ്. 5 വോൾട്ടിൻ്റെ സാധാ ഒരു ചാർജറാണ് നമുക്ക് ഇതിൻ്റെ ഒപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം വരുന്നത് അതിൻ്റെ ചാർജറാണ്. USB കേബിളാണ് വരുന്നത്. മൈക്രോ USB കേബിളാണ്, ടൈപ്പ് സി ഒന്നുമല്ല, സാധാ മൈക്രോ USB കേബിളാണ് ഇതിൻ്റെ ഒപ്പം വരുന്നത്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഈ ഒരു ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫോൺ എടുത്ത് നോക്കാം. നമ്മുടെ ഫോൺ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഫോൺ എടുത്ത് നോക്കിയിട്ട് പറയാം. അപ്പം നമുക്ക് നമ്മുടെ ഫോൺ എന്ന ഈ ഒരു കവറിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ ഫോൺ എന്ന് പറയുന്നത് പോക്കോ. മുകളിലതിൻ്റെ കളർ എന്ന് പറയുന്നത് ലൈം ഗ്രീൻ എന്ന് പറഞ്ഞൊരു കളറാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും 2 ഗ്രേഡിയൻറ്റിലായിട്ടാണ്. ഇവിടെ മുകളിലായിട്ടൊരു നല്ല ബ്ലൂവിലും താഴെ കുറച്ചൊരു കട്ടിയുള്ള വേറെ 2 കളറിലായിട്ടാണ്, ലെയറായിട്ടാണ് ഈ ഒരു ഇത് വരുന്നത്. അതിൻ്റെ മുകളിലായിട്ട് 3 സെറ്റപ്പ് ക്യാമറ നമുക്ക് കാണാൻ പറ്റും. പോക്കോ എന്ന് പറഞ്ഞ താഴെ ഒരു ബ്രാൻഡിംഗ് ഒക്കെ ഉള്ളത് കാണാൻ പറ്റും. 6.53 ഇഞ്ചാണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത്. HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. നമ്മൾ എടുത്തിരിക്കുന്നത് 4GB 64GB ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 8999 രൂപയാണ്. 3GB 32GBക്ക് 7500 രൂപയും 4GB 64GBക്ക് 8999 റുപ്പീസാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആദ്യം 3 ക്യാമറ കാണാൻ പറ്റും. ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് 13 MB + 2 MB + 2 MB ഒരു ക്യാമറയാണ് ഇതിൽ വരുന്നത്. 3 ക്യാമറ സെറ്റപ്പ് ഒരു സ്ക്വയർ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ക്യാമറ എന്ന് പറയുന്ന ഒരു 5 MB ഒരു അടിപൊളി ക്യാമറയുമാണ് കൊടുത്തിരിക്കുന്നത്. നോച്ച് ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് എന്നൊക്കെ നമ്മൾ പറയാറുള്ള പോലെ നോച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് സ്വിച്ച് ഓഫ് ബട്ടണും അതുപോലെ തന്നെ വോളിയം ബട്ടണും കാണാൻ പറ്റും. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് സിം ഇടുന്ന ട്രെയിൻ കാണാൻ പറ്റും. ഇതിൻ്റെ താഴെ ഭാഗത്തെന്ന് പറയുന്നത് നമ്മുടെ മൈക്രോ USBയുടെ ചാർജിങ് സ്ലോട്ടും അതുപോലെ തന്നെ സ്പീക്കറും മൈക്കും ആണ് വരുന്നത്. ഇതിന് ടോപ്പിലായിട്ടാണ് നമ്മുടെ ഹെഡ്സെറ്റ് ജാക്ക് വരുന്നത്, മുകളിലായിട്ടാണ് വരുന്നത്. ഇതൊക്കെയാണ് ഈ ഒരു ഫോണിലെ സാധാ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വലിയ വെയിറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഫോൺ തന്നെയാണ്. കയ്യിൽ ഇങ്ങനെ പിടിച്ച് യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ഫോണേ കാര്യങ്ങളുള്ളൂ, അല്ലാണ്ട് ഹെവി വെയിറ്റോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇതിൻ്റെ ബോക്സിൻ്റെ അകത്തും ഹെഡ്ഫോണോ കവറോ ഒന്നും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത്ര മാത്രമേ ഈ ഒരു ബോക്സിനകത്ത് വരുന്നുള്ളൂ. ഫോണും ചാർജറും മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സ്റ്റിക്കർ ഒന്ന് പീൽ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫോൺ ഒന്ന് ബൂട്ട് ചെയ്യാം. എന്തായാലും ബൂട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളും ക്യാമറയും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഇംപ്രഷൻ പോലെ നോക്കാം നമുക്ക് എന്തായാലും. ഓക്കെ, നമ്മുടെ ഫോൺ ബൂട്ടായി വരുന്നുണ്ട്. പോക്കോ പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ നമ്മുടെ ഫോണിന്ന് ബൂട്ടായി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോൺ ബൂട്ടായി വന്നിട്ടുണ്ട്. സാധാ പോക്കോയുടെ ഫോൺ പോലെ തന്നെയാണ് നമ്മുടെ ഫോൺ ഇപ്പോൾ ഒരു ബൂട്ടായി വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസും കാര്യങ്ങളൊക്കെ നമുക്കിവിടുന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. വലിയ മോശമോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു 9000 റുപ്പീസിൻ്റെ ഫോണിൽ കിട്ടാവുന്നതിലുള്ള ടച്ച് റെസ്പോൺസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് സാധാ
പോക്കോ ഫോണിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഉള്ള ഇന്റർഫേസും കാര്യങ്ങളാണ് വരുന്നത്. നമുക്ക് സെറ്റിംഗ്സിൽ പോയിട്ട് നമുക്ക് അതിന്റെ ഫോണിനെ പറ്റിയുള്ള കുറച്ച് എബൌട്ട് ഫോൺ എടുത്ത് നോക്കാം. ഓക്കെ, 64GB ആണ് ഇതിൽ വരുന്നത്. അതിൽ 11GB യൂസ് ചെയ്തിട്ടുള്ളതാണ്. 12 MIUI 12 ആണ് ഇതിൽ വരുന്നത്. സ്റ്റേബിൾ അപ്ഡേറ്റ് ആണ്. ആൻഡ്രോയിഡ് 10 ഈ ഒരു ഫോൺ വരുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് സാധാ ഈ ഒരു ഫോണിന്റെ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ പ്രൊസസ്സർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ MediaTek Helio G35 പ്രൊസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ക്യാമറ എന്നൊക്കെ പറഞ്ഞുവാണെങ്കിൽ നമുക്ക് ക്യാമറ ജസ്റ്റ് എടുത്ത് നോക്കി കയറാം. ക്യാമറ ഞാൻ പറഞ്ഞ പോലെ തന്നെ 13+12 2+2 MB ഒരു ക്യാമറയാണ് നമുക്ക് ഇതിൽ വരുന്നത്. ക്യാമറ നമുക്ക് എടുത്ത് നോക്കാം. ക്യാമറ ഇന്റർഫേസും കാര്യങ്ങളൊക്കെ നോക്കാം. സാധാ പോക്കോ ഫോണിനെ പോലെ തന്നെയുള്ള ക്യാമറ ഇന്റർഫേസ് ആണ് വരുന്നത്. ഫോട്ടോ മോഡുണ്ട്, വീഡിയോ മോഡുണ്ട്, പ്രോ മോഡുണ്ട്, അതുപോലെ തന്നെ പോർട്രേറ്റ് മോഡുണ്ട്. അതുപോലെ തന്നെ മോറിൽ പോയി കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോ എടുക്കാം, ടൈം ലാപ്സ് ചെയ്യാം, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. സ്ലോ മോഷനോ കാര്യങ്ങളൊന്നും ഇതിന് കൊടുത്തിട്ടില്ല. ഓക്കെ, പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുവാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ക്യാമറ വലിയ കുഴപ്പമില്ലാത്തൊരു ഫ്രണ്ട് ക്യാമറയാണ് ഇതിൽ വരുന്നത്. ഒരു 9,000 രൂപ 7,000 രൂപയ്ക്ക് കിട്ടാവുന്ന 8,000 രൂപയ്ക്ക് കിട്ടാവുന്ന ഫോണുകൾ കിട്ടുന്നതിലും അത്യാവശ്യം മികച്ച ഒരു ഫോണാണ്. എന്നാൽ ലോ ലൈറ്റിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് അല്ല. നമുക്കിത് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്നത് 180p 30 FPS നമുക്ക് എടുക്കാൻ പറ്റും. വീഡിയോസൊക്കെ മാക്രോ വീഡിയോസ് ഒക്കെ നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, 720p 30 FPS മാക്രോ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ, ഫ്രണ്ട് വീഡിയോ ക്യാമറ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാന്നേ പറയാൻ പറ്റുള്ളൂ. എന്നാൽ എക്സ്ട്രാ ഓർഡിനറി എന്നില്ല. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ 9,000 റുപ്പീസിലേക്ക് കിട്ടുന്ന ഫോണുകളുള്ള മികച്ച ഒരു ക്യാമറ തന്നെയാണ് ഈ ഒരു ഫോണിലുള്ളത്. പിന്നെ അനാവശ്യമായിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ ഇതിൽ കുത്തിക്കേറ്റിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നും ഈ ഒരു ഫോണിൽ നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ വഴി നോക്കിയിട്ട് കാണാനില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ മൊത്തത്തിൽ നമുക്ക് ഒരു 9,000 റുപ്പീസിന് മേടിക്കാൻ പറ്റുന്നതിൽ ഒരു നല്ലൊരു ഫോൺ തന്നെയാണ്. ക്യാമറ വൈസ് ആണെങ്കിലും പ്രൊസസർ വൈസ് ആണെങ്കിലും ബാറ്ററി വൈസ് ആണെങ്കിലും 5000 mAh ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു 1.5 ദിവസം എങ്ങനെ വന്നാലും ഈ ഒരു ഫോൺ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും. അത്യാവശ്യം നല്ലൊരു ഫോണാണ്. സെറ്റിംഗ്സ് ആണെങ്കിലും സാധാ പോക്കോ ഫോണിൽ വരുന്ന പോലെ തന്നെയുള്ള സാധാ ഇന്റർഫേസ് ഒക്കെ തന്നെയാണ് വരുന്നത്. വലിയ വ്യത്യാസമോ കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് നമ്മുടെ ഈ ഒരു പോക്കോ C3 എന്ന് പറഞ്ഞ ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ക്യാമറയുടെ കുറച്ച് സാമ്പിൾസ് ഫോട്ടോസിന്റെ കണ്ടിട്ട് വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ വിശദമായിട്ടുള്ള ഗെയിമിംഗ് റിവ്യൂ, അതായത് പബ്ജി പോലുള്ള ഗെയിമുകൾ, പബ്ജി പെസ് പോലുള്ള ഗെയിമുകളൊക്കെ ഹൈ എൻഡ് ഫോണിൽ കളിക്കാൻ പറ്റുന്ന ഗെയിമുകളൊക്കെ ഇതിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. അതിന്റെ വീഡിയോ നമ്മൾ ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്തത്. എന്തായാലും 9,000 റുപ്പീസിന് മേടിക്കാൻ പറ്റുന്ന ഇതിൽ ഓവറോൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഓൺലൈൻ സ്റ്റഡീസ് അല്ലെങ്കിൽ സാധാ കുറച്ച് വയസ്സായവർക്ക് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ യൂസ്, അതായത് നമ്മൾ ബാറ്ററി ബാക്കപ്പ്, അതുപോലെ തന്നെ സാധാ നോർമൽ യൂസ്, കോൾ ചെയ്യാനൊക്കെ പർപ്പസസിന് മെയിൻലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ്. അല്ലാണ്ട് വലിയ ഹെവി ഗെയിമിങ്ങിനോ വലിയ ക്യാമറ പെർഫോമൻസോ നോക്കി ഈ ഒരു ഫോൺ മേടിക്കരുത്. ബാറ്ററി അതുപോലെ തന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ മാത്രമേ നിങ്ങൾ നോക്കാൻ പാടുള്ളൂ. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഒക്കെ ആട്ടോ, നല്ല ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത്. അത്യാവശ്യം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന, പേഴ്സണൽ യൂസിനൊക്കെ പറ്റുന്ന ഒരു ഡിവൈസാണ്. ഗെയിമിംഗ് ക്യാമറ നോക്കി ഒരിക്കലും മേടിക്കില്ല എന്നുള്ളൂ. അതർവൈസ് ഈ ഒരു ഫോൺ ബെറ്റർ ഫോൺ തന്നെയാണ് 9,000 റുപ്പീസിൽ. ഞാനിത് ബിഗ് ബില്യൺ സെയിലിൽ 16-ാം തീയതി ബുക്ക് ചെയ്ത് എനിക്കിത് 18-ാം തീയതി ഓർഡർ ആയി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 8,999 റുപ്പീസിനാണ് ഞാനത് മേടിച്ചത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ബെസ്റ്റ് ഫോൺ തന്നെ, ബഡ്ജറ്റ് ഫോൺ തന്നെയാണ് ഈ ഒരു പോക്കോ C3 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബൈ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഓൾ ആക്കി ഇട്ടേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.